സമുദായ പ്രവർത്തനത്തിലൂടെ സമൂഹത്തിന്റെ ഉയർച്ചയും വളർച്ചയും ലക്ഷ്യമാക്കിയാണ് NSS എക്കാലവും സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ളതെന്ന് വൈക്കം താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് PGM നായർ കാരിക്കോട് പറഞ്ഞു. സമുദായ പ്രവർത്തനത്തിലൂടെ സമൂഹത്തിന്റെ ഉയർച്ചയും വളർച്ചയും ലക്ഷ്യമാക്കിയാണ് NSS ഇക്കാലവും സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ളതെന്നും ഇതേ ലക്ഷ്യം മുറുകെ പിടിച്ചുകൊണ്ട് സമുദായാചാര്യൻ മന്നം തെളിയിച്ച വഴിയെ സഞ്ചരിക്കുവാൻ കരയോഗങ്ങൾക്ക് സാധിക്കണമെന്നും വൈക്കം താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് PGM നായർ കാരിക്കോട് പറഞ്ഞു. വൈക്കം താലൂക്കിലെ 97 കരയോഗങ്ങളിൽ നിന്നായി എത്തിച്ചേർന്ന കരയോഗ വനിതാ സമാജ ഭാരവാഹികൾക്കായി സംഘടിപ്പിച്ച പ്രവർത്തക സമ്മേളനം സമന്വയം 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക സേവനമായി മനസ്സിലാക്കി തന്ന ഒരാളാണ്. സമുദായത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് സാമൂഹിക പ്രവർത്തനം തന്നെയാണ്. സമുദായത്തിൽ പ്രവർത്തിക്കുന്നത് മുഴുവൻ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ്. സമസ്ത ജനതയുടെയും പുരോഗതി ലക്ഷ്യമാക്കി പ്രവർത്തിച്ചിട്ടുള്ള അപൂർവം സമുദായ നേതാക്കളിൽ ഒരാളായ മന്നത്ത് പത്മനാഭൻ നമുക്ക് കാണിച്ചു തന്ന ആ ധന്യമായ മാതൃക ശക്തമായി പിന്തുടരുവാനുള്ള ഒരു ശക്തിയും കരുത്തും നമുക്ക് ആർജിക്കണം. അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ് പരിപാടികൾ അനിവാര്യമാണ്. നമ്മുടെ കരയോഗങ്ങളുടെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുന്നതിന് അതിന്റെ അക്കൗണ്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, നിയമപരമായി നാം ചെയ്യേണ്ടതായ കാര്യങ്ങൾ, അംഗങ്ങളുമായിട്ടുള്ള നമ്മളുടെ ഇടപെടലുകളും സമ്പർക്കവും, NSS കരയോഗങ്ങളും വനിതാ സമാജവും യൂണിയനും ഹെഡ് ഓഫീസും ഒക്കെയായിട്ടുള്ള നമ്മുടെ സുഹൃത്തമായ ബന്ധം, അങ്ങനെ സമുദായത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങളെ ശാക്തീകരിക്കുക എന്ന വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് സംഘടനാ പ്രവർത്തന ശാക്തീകരണം ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന വിവിധ പരിപാടികളുടെ ആദ്യപടിയാണ് പ്രവർത്തക സമ്മേളനം. യൂണിയൻ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷക്കാലം നടപ്പിലാക്കുന്ന പദ്ധതി രൂപരേഖയുടെ കരടിന് സമ്മേളനം രൂപം നൽകി. യൂണിയൻ വൈസ് പ്രസിഡന്റ് P വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. വൈക്കം യൂണിയൻ സെക്രട്ടറി അഖിലാർ നായർ, സീനിയർ ഇൻസ്പെക്ടറും തലപ്പള്ളി താലൂക്ക് യൂണിയൻ സെക്രട്ടറിയുമായ S ശ്രീകുമാർ, ആധ്യാത്മിക വിഭാഗം കോർഡിനേറ്റർ PN രാധാകൃഷ്ണൻ തുടങ്ങിയവർ വിവിധ സെക്ഷനുകൾക്ക് നേതൃത്വം നൽകി.